ഹലോ ഹായ് എവരി വൺ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു വീക്കെൻഡും റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവണതാണ്. അപ്പോൾ നമുക്ക് അതിലെ എന്തൊക്കെ ലെവൽസ് ആണ് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നോക്കാം. അതോടൊപ്പം നമുക്ക് തേഴ്സ്ഡേ അല്ല ഒരു ഇൻട്രാഡേ അനാലിസിസ് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് മീൻസ് മൺഡേയിലേക്കുള്ള ഒരു എങ്ങനെയാണ് ലെവൽസ് കാര്യങ്ങളൊക്കെ അതും കൂടി നോക്കാം. നമുക്കിനി ഫുൾ ഡേയ്സ് ആണ് വരുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ബഡ്ജറ്റ് ആണ്. അത് നമുക്ക് എക്സ്പയറി ഡേ, നിഫ്റ്റി എക്സ്പയറി ഡേന് അന്നാണ് അത് മാക്സിമം മീൻസ് അന്നാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് നമ്മളൊരു വീഡിയോയും ചെയ്തിരുന്നു. എങ്ങനെ സിമ്പിൾ ആയിട്ട് മീൻസ് മാർക്കറ്റിൽ നമുക്ക് ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജിയിൽ എങ്ങനെ ഒരു ട്രേഡിൽ കയറാം. മാക്സിമം അതിൽ പെർഫോമൻസ് നടത്തുക മിക്കവാറും വിക്സിന്റെ ആയിരിക്കും പെർഫോമൻസ് കൂടുതലായിട്ട് നടത്തുക. അപ്പൊ എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് ചോദിക്കാം. മീൻസ് ലൈക്കും ചെയ്യല്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. മീൻസ് അപ്പോൾ നമുക്കൊരു സപ്പോർട്ടാണ്. അതെങ്ങനെയാ നമുക്കിനി അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം മീൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം. അപ്പൊ നമുക്കിനി നമ്മുടെ കാര്യങ്ങളൊക്കെ കടക്കാം. ലാസ്റ്റ് ഫ്രൈഡേ നമ്മുടെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു മാർക്കറ്റ് നമുക്കൊരു ചെറിയ രീതിയിലുള്ള എന്താ പറയാ, ഒരു പോസിറ്റീവ് ബയാസ് ആണ് നമ്മൾ മീൻസ് ഒരു വെനസ്ഡേ നമ്മൾ പറഞ്ഞത്. ബട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് നമുക്ക് തന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ തന്നു. പിന്നെ ഒരു ക്വിക്ക് ഫാൾ ആയിരുന്നു, ഒരു താഴേക്കുള്ള ഫാൾ ആയിരുന്നു. ഇവിടെ ഡിമാൻഡ് സോണ് നമുക്ക് ഡിമാൻഡ് സോണിന്റെ താഴെ ആയിരുന്നു മാർക്കറ്റ് അന്ന് വീണത്. ഇവിടെ നിന്ന് ഒരു നേരെ ഫാള് വന്നിട്ട് ഡിമാൻഡ് സോണിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് പിന്നെയും അത് തിരിച്ചു കയറിയിട്ട് ഇവിടെ ഫാൾസ് ബ്രേക്ക് ഔട്ട്, പിന്നെയും താഴെ വന്നു. ഒരു കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷൻ ആയിരുന്നു മീൻസ് തേഴ്സ്ഡേ നമുക്ക് ഉണ്ടായത്. അതിന്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് അനാലിസിസ് ചെയ്താൽ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. പിന്നെ ആ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച മാതിരി നേരെ 21,400. നമ്മൾ 21,400 നമ്മൾ എന്താക്കിയത്, ഒരു സ്ട്രാഡിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. സ്ട്രാഡിൽ നേരെ വന്നു 300 റേഞ്ച് പ്ലസ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡിമാൻഡ് സോണിലായിരുന്നു നിഫ്റ്റി മാക്സിമം ട്രേഡ് ചെയ്തത്. അതിന്റെ മെയിൻ ഒരു പ്രശ്നം, ആ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ടും താഴേക്ക് വരാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ കാണാം, നമുക്ക് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് നമ്മൾ പറഞ്ഞത് 21,500 ആണ്. ഈ ലെവലാണ് നമ്മൾ പറഞ്ഞത്. ആ ലെവലിൽ നമ്മൾ ഗ്രീൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ബട്ട് അവിടെ തന്നെ ബാങ്ക് നിഫ്റ്റി ഡിമാൻഡ് സോണിൽ വന്നിട്ട് ആ കൺസോൾട്ടേഷൻ ഏരിയ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കംപ്ലീറ്റ്ലി ലോ ക്യാൻഡിൽസും ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി അധികം ഉണ്ടാക്കിയിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് പയ്യെ സപ്പോർട്ടിലേക്ക് പോകണം. അവിടെയും ലോ ക്യാൻഡിൽസും ഒരു കറക്റ്റ് ഡിസിഷൻസ് ഒന്നുമില്ല. അപ്പോഴാണ് നിഫ്റ്റി ഒന്ന് എന്താ പറയാ, ഒന്ന് താഴേക്ക് വരാൻ ശ്രമിച്ചിട്ടും നിഫ്റ്റി താഴേക്ക് വരാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്തേക്കായിരുന്നു. അപ്പൊ എല്ലാവരും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി റിക്കവർ ചെയ്തു. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ പറഞ്ഞ റേഞ്ച് ആയിരുന്നു 45K എന്നുള്ളത്. 45K നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു അവിടെ നമുക്ക് പുട്ട് ബിൽഡിംഗ് വരുന്നുണ്ടെന്ന്. അവിടെ ഒരു അവിടെയും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതിലേക്കാണ് ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത്. അപ്പൊ അതാണ് ഇൻട്രാഡേ അനാലിസിസ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. എല്ലാവർക്കും അത് ക്ലിയർ ചെയ്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടെ അപ്പൊ ആ 45K ലാസ്റ്റ് വന്ന ക്യാൻഡിൽസിന് ചെറിയ രീതിയിൽ ഉള്ള ലാസ്റ്റത്തെ ആ ഒരു സെല്ലിങ് ഒഴിച്ചു നിർത്തിയാൽ ലാസ്റ്റ് ഒരു 3 o'clock ശേഷം ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഓവറോൾ നോക്കുമ്പോൾ ജസ്റ്റ് 0.5% അടുത്താണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മീൻസ് ഒന്ന് ട്രേഡ് ചെയ്തത്. സ്ലൈറ്റ്ലി നെഗറ്റീവ് എന്ന് പറയാം. 0.5% നെഗറ്റീവ് ആയിട്ടാണ് അന്ന് ക്ലോസും ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ നോക്കാം.
ഓക്കെ, സെയിം 31,300 മാക്സിമം കോളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കോളായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് 0.7 PCR മീൻസ് അവിടെ ബിയറിഷ്നെസ് ആണ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബിയറിഷ്നെസ് 0.7 PCR വെച്ചിട്ട് എന്താ പറയാ 31,300 സ്ട്രാഡിൽ വിത്ത് നമുക്ക് സപ്പോർട്ട് അല്ല, നമുക്ക് റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,250 വരുന്നത്. മാക്സിമം അത് 21,500 പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ സപ്പോർട്ട് വളരെ വളരെ കുറവായിട്ടാണ് നിഫ്റ്റി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ 350 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുക 21,300 സ്ട്രാഡിൽ ഫോർമേഷൻ വിത്ത് പവർഫുൾ ഡു എന്താ പറയുന്നത് പവർഫുൾ ഡു നമുക്ക് കോൾസിലാണ് നമുക്ക് 21,300 21,400 ഇനി നമുക്ക് മാറി റേഞ്ച് 21,300 ആണ് നമുക്ക് ഇനി വരുന്നത്. അത് നമ്മൾ കുറച്ചും കൂടി പവർഫുൾ അത് പവർ ആയതേക്കുന്നത് മീൻസ് അവിടെ മാക്സിമം ഉള്ളത് കോളാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ അവിടെ ഒരു കോൾ ബിൽഡിംഗ് ആണ്. മീൻസ് അവിടെ നമ്മളൊരു മാക്സിമം ഒരു റെഡിഷ് ഓറഞ്ചിലേക്കാണ് നമ്മൾ പോയത്. കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ചാണ് അവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് 350 400 സെയിം ഏകദേശം 350 ആൻഡ് 400 സെയിം ലെവലാണ്. അവിടെയും പുട്ട് ബിൽഡിംഗ് ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എനിവേ അപ്പോൾ ആ ഒരു റീജിയൻ നമുക്ക് എങ്ങനെയാവും, ബിക്കോസ് നമുക്ക് അതിന്റെ മേളിലാണ് ക്ലോസിംഗും കിട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് മൺഡേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ അറിയിക്കാം. ആൻഡ് സപ്പോർട്ട് സ്റ്റിൽ എന്ന് പറയുന്നത് 21,250 ആണ്. ബട്ട് 250 എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ലൊരു സപ്പോർട്ടിലേക്ക് വരും എന്നത്. ഇവിടെയും നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ കൺഫർമേഷൻ കിട്ടാനുണ്ട്. 21,000 നമുക്ക് ലെസ് സപ്പോർട്ട് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 21,000 സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ആക്കാം. അവിടെ നമുക്ക് ശരിക്കും കുറഞ്ഞേക്കാണ്. 21,000 സപ്പോർട്ട് ഉണ്ട്. ബട്ട് എന്താണ് 21,000 സപ്പോർട്ട് നമുക്ക് വളരെ ലൈറ്റ് ആണ്. അവിടെ പുട്ട് ബിൽഡിങ് വളരെ ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, നമ്മുടെ ലാസ്റ്റ് ഡേ ലോ ആയിരിക്കും മിക്കവാറും നമുക്ക് എടുക്കുന്ന ഫസ്റ്റ് ഇനീഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ലോ ആയിരിക്കും. അപ്പൊ അത് നോക്കാം. നമുക്ക് ഡിമാൻഡ് സോണിന് അനുസരിച്ച് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അതെല്ലാവരും അത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ അതായിരിക്കും നമുക്ക് ഇനി മെയിൻ ആയിട്ട് 21,300 സ്ട്രാഡിൽ ഫോർമേഷൻ ആണ് നിഫ്റ്റിക്ക് നമുക്ക് പറയാനുള്ളത്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 21,350 ആൻഡ് 400 ഈക്വൽ എമൗണ്ട് ഓഫ് കോൾസ് ആണ് ബിൽഡ് ചെയ്തേക്കുന്നത്. മെയിൻ അറ്റ് ദ മണിയിൽ നമുക്ക് കുറച്ച് മീൻസ് ഓപ്ഷൻസിന്റെ ഇത് ട്രേഡിംഗ് കുറവാണെന്ന് ആണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ഇതിൽ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 44,800 സ്ട്രാഡിൽ ആൻഡ് 44,945 എല്ലായിടത്തും കോൾ ബിൽഡ് ചെയ്തേക്കുന്നുണ്ട്. 2 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 44,500 ഉണ്ട്, 44,800 ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ബിയറിഷ്നെസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 0.9 PCR ആണ്. കുറച്ചും കൂടി ഒരു മീൻസ് ഒരു സൈഡ് ബേസിലുള്ള മീൻസ് സൈഡ് ബേസ് ടു ബിയറിഷ് PCR ആണെങ്കിലും 45 നമുക്ക് 44,500 44,800 സ്ട്രാഡില് ഇതിൽ സപ്പോർട്ട് സ്ട്രാഡിലാണ് വരുന്നത് 44,500. അപ്പോൾ 44,500 എന്ന് പറയുന്നത് സ്ട്രാഡിലാണ്. 44,500 ഇത് സ്ട്രാഡിലാണ്. സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് യെല്ലോ കൊടുക്കാം. സപ്പോർട്ട് വിത്ത് സ്ട്രാഡിലാണ്. 44 നമുക്ക് സപ്പോർട്ട് ശരിക്കും ലെസ് ആയിട്ടുണ്ട്. ഇതിന്റെ സപ്പോർട്ട് നമുക്ക് ശരിക്കും ലെസ് ആയിട്ടുണ്ട്. മീൻസ് അവിടെ നമുക്ക് ഇനീഷ്യലി സപ്പോർട്ട് എത്രമാത്രം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലെസ് ആയിട്ടുണ്ട്. ദെൻ പിന്നെ നമ്മൾ പറയുന്നത് 44,800 നല്ലൊരു സ്ട്രാഡിലുണ്ട്. അവിടെയും നമുക്ക് പുട്ട് ബിൽഡിംഗ് ആണ് നമുക്ക് അധികം കാണാൻ കഴിയുന്നത്. 44,800 എന്ന് പറയുന്നത് വിത്ത് പുട്ടായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു എല്ലാം അവിടെ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെ ഉള്ളത്.
ദെൻ 44,900 ആൻഡ് 45. ഇപ്പോൾ നമുക്ക് 45 അൾട്ടിമേറ്റ്ലി നമുക്ക് 45 നമുക്ക് എന്താക്കണം, നമുക്കൊരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. 45,000 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. മാർക്കറ്റ് ഏകദേശം ലാസ്റ്റ് ഡേ ക്ലോസിംഗ് വന്നേക്കുന്നത് 45 ടച്ച് ചെയ്തു. ബട്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഉള്ള ഒരു സെൽ ഓഫ് ഉണ്ടായിട്ടാണ് ക്ലോസിംഗ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ നമുക്ക് പറയുന്നത്. നമുക്ക് താഴെ സപ്പോർട്ടാണ് വീക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് 45 മാക്സിമം പുട്ടാണ് കയറിക്കുന്നത്. അതോടൊപ്പം കോൾ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് 44,800 പുട്ട് ബിൽഡിംഗ് ആണ് വരുന്നത്. സെയിം എമൗണ്ടിലേക്ക് കോളും ബിൽഡ് ചെയ്ത് വരുന്നു. ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 45 ആണ്. ഇനി നമുക്ക് ഇതിന്റെ മേളിലൊക്കെയാണ് നമുക്ക് നല്ലൊരു റേഞ്ചിലേക്ക് വന്നെയാണെങ്കിൽ നമുക്ക് എന്താക്കുന്നത്, ആ കോൾ ബിൽഡിങ്ങിന്റെ ഒരു റാലി മേളിലേക്ക് കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. ബിക്കോസ് അവര് കവറിങ്ങിന് വേണ്ടി പോകും. അപ്പോൾ കോൾ ഷോർട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കവറിങ്ങിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് മേളിലേക്ക് റാലി കിട്ടും. അതല്ല ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവിടെ കോൾ ബിൽഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഈ 44,800 44,500 കോൾ ബിൽഡ് ചെയ്താൽ അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷന് നല്ല രീതിയിലുള്ള ചാൻസസ് അധികം ആണ്. അപ്പോൾ ആ രണ്ട് ലെവൽസ് കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ആൻഡ് അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് മാക്സിമം വീക്ക്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. മീൻസ് അപ്പോൾ ആ വീക്ക്നെസ്സിൽ എങ്ങനെയാവും മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് ഇൻട്രാഡേ ലെവൽസും കൂടി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്താക്കുന്നത് ഒരു ട്രേഡിൽ കയറേണ്ടത്. അതല്ല എങ്കിൽ മീൻസ് ഇനി ഡയറക്റ്റ് നമുക്ക് എന്താ പറയുക നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി ഉടനെ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് വിചാരിച്ച് നമ്മൾ പോരുത്. എപ്പോഴും ഇൻട്രാഡേ ലെവൽസ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് OA ചാർട്ടും കൂടി നോക്കിയിട്ട് പ്ലസ് പ്രൈസ് ആക്ഷൻ, നിങ്ങൾ പ്രൈസ് ആക്ഷൻ അറിയാവുന്നവരാണെങ്കിൽ ആ ഒരു പ്രൈസ് ആക്ഷനും കൂടി നോക്കിയതിന് ശേഷം ഇൻട്രാഡേ ലെവൽസിലുള്ള ട്രേഡിൽ കയറാം. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റയും കൂടി നോക്കാം. ലാസ്റ്റ് FIDA ഡാറ്റ നമുക്ക് വെനസ്ഡേ നമ്മൾ കിട്ടിയത് കുറച്ചും കൂടി ബുള്ളിഷ് ആയിരുന്നു, സ്ട്രോങ് ബുള്ളിഷ്, മൈൽഡ് ബുള്ളിഷ് ആയിരുന്നു. ബട്ട് നമുക്ക് തേഴ്സ്ഡേ ഉണ്ടായ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിരുന്നു ട്രേഡ് ഉണ്ടായത്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് താഴെ ഡിമാൻഡ് സോണിലൊക്കെ പോയാണ് നിഫ്റ്റി ഇതെടുത്തത്. അവിടെ നമുക്ക് സ്ട്രോങ് ബെയറിഷ് ആയിട്ട് നിന്നത് ക്ലയന്റ് ആയിരുന്നു. ബട്ട് FIS ആൻഡ് പ്രോയും സ്ട്രോങ് ബുള്ളിഷ് ആൻഡ് മീഡിയം ബുള്ളിഷിലായിരുന്നു നിന്നത്. തേഴ്സ്ഡേയിലെ ട്രേഡിൽ മീൻസ് ഒരു വെനസ്ഡേ വെച്ചിട്ടായിരുന്നു. ഇനി തേഴ്സ്ഡേയിലേക്ക് പോകുമ്പോൾ FIS സ്റ്റിൽ ബാക്ക് ടു സ്ട്രോങ് ബെയറിഷ് ആൻഡ് മൈൽഡ് ബെയറിഷിലേക്ക് വന്നു. പ്രോ സെയിം ഇത് നിലനിർത്തുന്നുണ്ട്, സ്ട്രോങ് ബുള്ളിഷ് ആൻഡ് മൈൽഡ് ബുള്ളിഷ്. ക്ലയന്റ് ഒരു രണ്ട് സൈഡ് പിടിച്ചിട്ടുണ്ട്, സ്ട്രോങ് ബുള്ളിഷ് ആൻഡ് മൈൽഡ് ബെയറിഷ്. ഇവിടെ നമുക്ക് ഏത് രീതിയിലേക്കും നമുക്ക് ഇനി ട്രേഡിനെ പോവാം. നമ്മൾ ഒരു എന്താ പറയാ, നമ്മളൊരു ഇൻഡിസിഷൻ ഡേയ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇതിനൊക്കെ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിക്സ് ഒക്കെ നല്ല രീതിയിൽ റൈസ് ആവും. വിക്സ് വോളറ്റൈലിറ്റി നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ FIS മാത്രം എങ്ങനെ നോക്കി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ലെവൽസ് കാര്യങ്ങൾ ഒരു സെന്റിമെന്റ് അറിയാം എന്നുള്ളതല്ലാണ്ട് അതിന്റെ ലെവൽസിൽ മാത്രം നിങ്ങളാരും FI പോസിറ്റീവായി എന്ന് വിചാരിച്ച് ട്രേഡ് കയറരുത്. ബിക്കോസ് ഒരു ക്യാൻഡിലിൽ നമുക്ക് ഇനി നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമ്മൾ ഗ്രാഫിക്കൽ മീൻസ് നമ്മുടെ ഇത് ഗ്രാഫ് നോക്കാൻ നേരത്ത് FI കോൾ ചേഞ്ച് രണ്ടും ബിയറിഷിലേക്കാണ്. കോൾ ചേഞ്ച് വരുന്നത് -23,600 ആണ്. ഇവിടെ നമുക്ക് ബിയറിഷ് ആണ് ഫീൽ ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് സ്ട്രോങ് സെൽ ഓഫ് നടത്തുന്നുണ്ട്. FIS ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ -85ന്റെ സ്ട്രോങ് സെൽ ഓഫ് നടത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് തീരെ ഒന്ന് കുറഞ്ഞു വന്നാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് വന്നായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മീൻസ് ഒരു ബുള്ളിഷ് അറ്റംപ്റ്റ് നടത്തിയെങ്കിലും ബട്ട് നമുക്ക് ലാസ്റ്റ് തേഴ്സ്ഡേ നല്ല രീതിയിൽ 85,000 ക്വാണ്ടിറ്റിയുടെ അടുത്ത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നമുക്ക് സെല്ലിങ് തന്നിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് FIOA ഇൻഡെക്സിലും നമ്മൾ നെഗറ്റീവിലേക്കാണ് പോയേക്കുന്നത്. 29 ഓൾമോസ്റ്റ് 30യുടെ ഒരു പോസിറ്റിവിറ്റി ആണ് കാണുന്നത്. ബട്ട് 1.7 ലാഖിന്റെ നെഗറ്റീവ് അവിടെയുണ്ട്. സെയിം ഒരു സെൽ ഓഫും നമുക്ക് അവിടെ കാണാം. -1.09 ലാഖിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെൽ ഓഫ് ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി നമുക്കൊരു നെഗറ്റീവ് ബയാസ് ആണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. നമ്മുടെ FIS ഇൻഡെക്സിന്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഒരു ഗ്രാഫിക്കൽ അനാലിസിസിൽ മനസ്സിലാകുന്നത്. ദെൻ നമുക്ക്
FASന്റെ ഒരു ഇത് ക്യാഷ് മാർക്കറ്റ് നോക്കാം. FAS ക്യാഷ് മാർക്കറ്റിൽ 2144 crore സെല്ലിങ്ങും ആൻഡ് DAS 3000 കുറച്ചും കൂടി 1000 പ്ലസ് ക്വാണ്ടിറ്റിയിൽ DAS ബൈ ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ബയാസ് വന്നു. ബാക്കി നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് FASും നമുക്കൊരു നെഗറ്റീവ് ബയാസ് ആണ് തരുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ OA ചാർട്ട് നമുക്ക് നെഗറ്റീവ് ബയാസ് വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് FASന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു നമുക്ക് ഫ്രൈഡേ നമുക്ക് എന്താ പറയുക, ഒരു വെനസ്ഡേയിൽ നമുക്ക് ഇത് കിട്ടി. വെനസ്ഡേയിൽ നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവായി. ബട്ട് തേഴ്സ്ഡേ നമ്മൾ ആ പോസിറ്റീവ് ആയതിന്റെ തേഴ്സ്ഡേ നമുക്ക് മനസ്സിലായ മീൻസ് ഓപ്പൺ ആയതിന്റെ ഏകദേശം ആ റേഞ്ചിലേക്ക് വന്നിട്ട് ഒരു 0.5ന്റെ മാത്രമായിരുന്നു നമുക്കൊരു നെഗറ്റീവ് ഉണ്ടായത്. അൾട്ടിമേറ്റ്ലി ഒന്നും നെഗറ്റീവിലേക്ക് പോയില്ല. ബട്ട് ഇന്നത്തെ നമ്മൾ ഇത് മാർക്കറ്റ് നോക്കാൻ നേരത്ത് നമുക്ക് മൺഡേ കുറച്ചും കൂടി ഒരു ബിയറിഷ് ഉണ്ട്. മാക്സിമം വോളറ്റൈൽ ഇൻക്രീസ് ആവാനാണ് ചാൻസസ് കൂടുതൽ. അതെല്ലാവരും എടുത്ത് ശ്രദ്ധിക്കുക. ആൻഡ് ട്രേഡ് ചെയ്യുന്നവർ കൃത്യമായി മീൻസ് ഇനി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇഷ്ടമാതിരി നടക്കാനും ഒരു ചാൻസ് ഉള്ള ഡേയ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ട്രേഡിംഗ് ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കാണുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത് ചോദിക്കുക. ആൻഡ് നിങ്ങൾ ടെലിഗ്രാം ചാനലിലും കൂടി വന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ DM ചെയ്യാം. DM ചെയ്താലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ആൻഡ് എല്ലാവരും കൃത്യമായിട്ടുള്ള ലെവൽസും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മാത്രം ട്രേഡ് ചെയ്യുക. അത് വീണ്ടും എടുത്ത് പറയാണ്. ബിക്കോസ് എല്ലാവർക്കും ലോസ് ഫേസ് ചെയ്യുന്നതും ആയ ഒരു ഡേയ്സ് ആണ് ഈ യൂണിയൻ ബഡ്ജറ്റ് ഡേയ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലൊക്കെ മാക്സിമം നല്ല രീതിയിൽ മീൻസ് ഒരു ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജീസ് ഒക്കെ അറിയുന്നവർ ആ രീതിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.